അന്നീ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന പാതിത്തിരുവങ്കഴുത്തിൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനേ ലഭിച്ചുള്ളു നമുക്ക് ഭാഗ്യം. ഇത്തൂളി കൊണ്ടോ കളിയാക്കൽ കൊണ്ടോ മുഖാഭകമങ്ങാതെ അഭംഗസത്തൻ മണ്ണിൽ കുളിച്ചൊരു ജഗം കണക്കെ മന്ദം നടന്ന ആത്മഗ്രഹത്തിലെത്തി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ കഷ്ടപ്പാടിന്റെ നൊമ്പരത്തിന്റെ തീവ്രമായ ഒരു സംഭവം വള്ളത്തോള് പാംസുസ്നാനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ രേഖപ്പെടുത്തിയത് ഇവിടെ പറയുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്നപ്പോൾ അവിടുത്തെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ നൂറുകണക്കിന് കിലോ ഭാരം വരുന്ന ആ വലിയ കുടലെടുത്ത്, വളരെയധികം വേസ്റ്റായ ദുർഗന്ധം വമിക്കുന്ന കുടൽമാല എടുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ ഇട്ടു. അതിനെക്കുറിച്ച് വളരെയധികം മനസ്സ് നൊമ്പരപ്പെട്ടുകൊണ്ട് വള്ളത്തോള് പാംസുസ്നാനം എഴുതുകയാണ്. അതിൽ പറയുകയാണ്, അന്നീ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന പാതി തിരുവങ്കഴുത്തിൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനേ ലഭിച്ചുള്ളു നമുക്ക് ഭാഗ്യം. ഇത്തൂളി കൊണ്ടോ കളിയാക്കൽ കൊണ്ടോ മുഖാഭവങ്ങാതെ അഭംഗസത്തൻ മണ്ണിൽ കുളിച്ചൊരു ജഗം കണക്കെ മന്ദം നടന്ന ആത്മഗ്രഹത്തിലെത്തി. ആ മൂർധപാടം പാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ടതിവെമ്പലോടെ താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രീ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രീതിയിൽ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഹബീബ റസൂലുള്ളാഹി തങ്ങൾക്ക് എഴുന്നേക്കാൻ വയ്യാത്ത നിലയിൽ അതിഭയങ്കരമായ പ്രശ്നമായി. ആ സമയത്താണ് പാപം കുഞ്ഞുമോള് ഫാത്തിമ ബീവി വന്നിട്ട് വലിച്ച് ഇതെല്ലാം മാറ്റിയിട്ട് വളരെയധികം വിഷമത്തോടുകൂടി ഭയങ്കരമായി കുളിപ്പിച്ച് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ രംഗത്തെക്കുറിച്ച് പറയുകയാണ്. ആ മൂർധപാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ടത് വെമ്പലോടെ താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി. പിടിച്ചിരുത്തി ചളി പോക്കുവാനായി പകർന്ന കുംഭോദകമോടുകൂടി താതന്റെ ഗാത്രങ്ങളിൽ ആവതിച്ചു കുമാരിയാൾ തൻ ചുടു കണ്ണുനീരും. ഫാത്തിമ ബീവിയുടെ കണ്ണുനീര് കൊണ്ടായിരുന്നു ആ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുളിപ്പിച്ചത് എന്നാണ് വള്ളത്തോള് എഴുതി വെക്കുന്നത്. എത്ര സുന്ദരമായിരുന്നു നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലെ ആളുകൾ ഇസ്ലാമിനെ വായിച്ചതും അവർ മനസ്സിലാക്കിയതും മതസൗഹാർദ്ദത്തിന്റെ, സ്നേഹത്തിന്റെ, മനുഷ്യ സൗഹാർദ്ദത്തിന്റെ വലിയ വലിയ ഉദാഹരണങ്ങളായി തീർന്നതും.